മക്കളെ ഇതാ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ. ഇവിടെ എന്ത് നടക്കുന്നത്? മുകളിൽ ഒരു ഫംഗ്ഷൻ, താഴെ വേറൊരു ഫംഗ്ഷൻ. ഓക്കെ, സോ യു ബൈ വി ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ച് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇതിന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക്ഔട്ട് ചെയ്താൽ മതി. മുകളിൽ ഒരു ഫംഗ്ഷൻ യു കിടപ്പുണ്ടല്ലേ. സോ യു എന്ന് പറഞ്ഞാൽ എന്താ? യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സ്. ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ യു ഡാഷ് പറ. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? അത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ടാനിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക് സ്ക്വയർ എക്സ്. ഇനി അതുപോലെ വി പറയേ. വി ഈസ് ഈക്വൽ ടു എന്താ? വി ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് പറ. കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാം ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക്. അപ്പൊ കോട്ടിന്റെ ആണെങ്കിലോ ടാന്റെ കോ ഫംഗ്ഷൻ ആ കോട്ട്. അങ്ങനെയാണെങ്കിൽ സീക്കിന് പകരം എന്ത് കിട്ടും? സീക്കിന്റെ കോ ഫംഗ്ഷൻ കൊസീക്ക് കിട്ടും. ഓക്കെ, സോ ടാന്റെ ഡെറിവേറ്റീവ് സീക്ക്. അങ്ങനെയാണെങ്കിൽ കോട്ടിന്റെ ഡെറിവേറ്റീവ് കൊസീക്ക്. സോ കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി നമുക്കറിയാം വെറും കൊസീക്ക് സ്ക്വയർ എക്സ് അല്ല, സി ഉണ്ടല്ലേ. സി ഉണ്ട്. സി ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് വരും. നമ്മൾ പഠിച്ചില്ലയോ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിനകത്ത് സി ഉണ്ടായതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. സോ സി മൈനസ്. അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറയുന്നതാ. ഓക്കെ, സോ കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് എക്സ് റൈസ് ടു എന്റെ ഡെറിവേറ്റീവ് എന്താ? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ യു യു ഡാഷ് വി വി ഡാഷ് എല്ലാമായി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കാം ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എന്താ യു ബൈ വി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. സോ യു ഡാഷ് വി, യു ഡാഷ് എന്താ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു അല്ല ഇ റൈസ് ടു എക്സ് മൈനസ് സീക് സ്ക്വയർ എക്സ്. യു ഡാഷ് വി, വി എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. അടുത്ത ഇനി എന്താ? യു വി ഡാഷ്. യു വി ഡാഷ്. സോ യു എന്താ? ഇ റൈസ് ടു എക്സ് മൈനസ് ടാൻ എക്സ്. യു വി ഡാഷ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ ഈ രണ്ടിലും മൈനസ് ഇല്ല. ആ മൈനസ് ഞാൻ എന്ത് ചെയ്യും? കോമൺ എടുക്കും. അപ്പൊ ഇതെന്താവും? പ്ലസ് ആവും. സോ ആ മൈനസ് ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ മൈനസ് ഇങ്ങ് പോയി കഴിഞ്ഞാൽ, മൈനസ് ഇങ് കോമൺ ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ ആണോ? സോ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ആ മൈനസിന് ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുത്തപ്പോഴത്തേക്ക് അത് ഇവിടെ വന്ന് എന്തായി? പ്ലസ് ആയി. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്താ? കോട്ട് എക്സ് മൈനസ് എക്സ് റൈസ് ടു എൻ ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് ആൻസർ ആയിട്ട് ഫർദർ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. ഓപ്ഷൻസിനകത്തുള്ളത് ഒരു ഓപ്ഷൻ എന്താണ്? ഇത് തന്നെയാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ രണ്ടും മൂന്നാമത്തെ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസും മൈനസും ഒക്കെ ഇട്ട് തലതിരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ തരും. ഓക്കെ, ടേംസ് എല്ലാം ഇത് തന്നെയായിരിക്കും. ഇടയ്ക്കുള്ള പ്ലസും മൈനസും ഒക്കെ എന്ത് ചെയ്യും? തലതിരിച്ച് തരും. അപ്പം ഓപ്ഷൻസ് എല്ലാം ഒരേപോലെ ഇരിക്കും നിങ്ങൾ കാണുമ്പം. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ആൻസർ കിട്ടിയതിന് ശേഷം തറവായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോ ടേംസിലും ഉള്ള പ്ലസും മൈനസും ഒക്കെ തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഓക്കെ.